ഞാൻ കുട്ടിയെ പറ്റിച്ചു. പട്ടണക്കാട് പുരുഷത്വനൊന്നുമല്ല ഞാൻ. എന്നെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞ നുണക്കുട്ടി വിശ്വസിച്ചു. പക്ഷെ എന്നേക്കാൾ വലിയ നുണയന്മാരും കള്ളന്മാരാണ് ഈ ലോകം മുഴുക്കെ. എവിടെ എന്റെ ജോലി? മദ്യവെച്ചിട്ടാണോ വന്നിരിക്കുന്നത്? ആരും അറിയണ്ട, നല്ലോണം മദ്യവെച്ചിട്ടുണ്ട്. എനിക്ക് അച്ഛനൊന്ന് കാണണം. കോടതി വിധി അനുസരിച്ച് ഗോകുലകൃഷ്ണ മാഷിന്റെ സമ്മതമില്ലാതെ മറ്റാരെ സ്കൂളിൽ ചേർക്കാൻ പറ്റില്ല. ആര് പറഞ്ഞു? കോടതി എന്ന് പറയുന്നത് ഒരു ചട്ടയുടെ മാത്രമല്ലല്ലോ. ഇഞ്ചക്ഷൻ നീക്കാൻ ഞാൻ കോടതിയിൽ പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞു. ഓ, ഒരു പെറ്റീഷൻ. അച്ഛന്റെ പണത്തിനോടുള്ള ആർത്തി അതിനെല്ലാത്തിനും കാരണം. സ്കൂളിൽ ചേർക്കാന്ന് പറഞ്ഞ് 4 ലക്ഷം മേടിച്ച് അലമാരി വെച്ച് പൂട്ടിട്ടല്ല കോടതിയിൽ പോണ്ടത്. ആദ്യം ആ മനുഷ്യന്റെ കാശ് തിരിച്ചു കൊടുക്കച്ചാ. ഏത് മനുഷ്യന്റെ? ആ, അയാള് പുറത്തു വന്ന് നിപ്പുണ്ട്. എന്താ പക്ഷേ? ഞാനേ കാറ്റ് പോയോ നോക്കുകയായിരുന്നു. ഓറായി. എന്താ മാഷേ, സുഖല്ലേ? ആ, സുഖാണ്. പരമസുഖം. മദ്യപാനത്തിന്റെ ശരിക്കുള്ള സുഖം. ഓഹോ, മദ്യപിക്കുന്നയാളാണല്ലേ? ഇയാളെ പോലൊരാളെ ഞാൻ എങ്ങനെ സ്കൂളിൽ ചേർക്കും? ഏത് സ്കൂൾ? ആരെ ചേർക്കാൻ? കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി ഉടനെ ഉണ്ടാകുമല്ലോ. കോടതി വിധി? പക്ഷെ എന്റെ വിധി തീരുമാനിച്ചു കഴിഞ്ഞു. സാറിനറിയോ ഞാൻ ആദ്യമായി മദ്യപിച്ചത് 86-ൽ TTC പാസ്സായപ്പോഴാ. ഇപ്പൊ മദ്യപിച്ചത് അന്ന് പാസ്സായ TTC കൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് തീർച്ചയായപ്പോഴാ. വയസ്സ് കഴിഞ്ഞു, 35 കഴിഞ്ഞു. നിങ്ങളോ കോടതിയിൽ വിചാരിച്ചാൽ 35 കഴിഞ്ഞവന് സ്കൂളിൽ ചേർക്കാൻ പറ്റില്ല. മനസ്സിലായോ? മാഷ് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? എന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങുമ്പോ ഈ സീറ്റിന് മറ്റൊരു അവകാശം ഉണ്ടെന്ന് സാറ് പറഞ്ഞില്ലല്ലോ. എല്ലാം വിറ്റുമുറുക്കി കൊണ്ടുവന്ന രൂപ അലമാരയിൽ വെച്ച് പൂട്ടിയപ്പോഴും സത്യം പറഞ്ഞില്ലല്ലോ. അപ്പോ അറിഞ്ഞുകൊണ്ടെന്നെ ചതിക്കുകയായിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയിരുന്ന പണമാണ്. എടുത്തോളൂ, എനിക്ക് ആ പണം വേണ്ട. ആ പണം കൊണ്ട് എനിക്കിത് ഒന്നും ചെയ്യാനില്ല. ഗുഡ് ബൈ. എന്റെ കാര്യം സാരമില്ല സാർ. ഇനി ആരെയും ഇങ്ങനെ ചതിക്കരുത്. ഇന്നലെ ഞാനിവിടെ വന്നിരുന്നു, കണ്ടില്ല. അച്ഛനുമായിട്ട് വഴക്കുണ്ടായോ? ഉണ്ടായോ? ആര് പറഞ്ഞു? അച്ഛൻ തന്നെ. പക്ഷെ കുട്ടിയെ അന്വേഷിച്ച് അദ്ദേഹം എന്റെ അടുത്ത് വന്നത് എന്താണെന്ന് മനസ്സിലായില്ല. ഞാനും നിങ്ങളും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് അച്ഛനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കും. അമ്മ മരിച്ച പിന്നെ എനിക്കെല്ലാം എന്റെ അച്ഛനായിരുന്നു. പക്ഷേ വാസ്തവം എന്തെന്നറിയാൻ ശ്രമിക്കാതെ ജീവിതത്തിൽ ആദ്യമായി അച്ഛൻ എന്നെ അടിച്ചു. ആ അടി കൊണ്ടത് എന്റെ മുഖത്തല്ല, മനസ്സിലാ. അപ്പോ ഞാൻ കാരണം? നിങ്ങള് കാരണമൊന്നുമല്ല. അതെ, പിന്നീട് എന്താണ് ഉണ്ടായത്? ഞാനിപ്പോ എന്റെ കൂട്ടുകാരുടെ വീട്ടിലാ. ഇതുവരെ വീട്ടിലേക്ക് മടങ്ങിപ്പോയില്ലേ? എനിക്കങ്ങനെ ഒരു മകളില്ലെന്ന് അച്ഛൻ പറഞ്ഞു. അതൊക്കെ ദേഷ്യം വരുമ്പോ പറയുന്നതല്ലേ. കുട്ടി വീട്ടിൽ മടങ്ങിപ്പോണം. അച്ഛനെ സങ്കടപ്പെടുത്തരുത്. അച്ഛന്റെ മകളാവുമ്പോ ഇത്തിരി വാശിയും ദേഷ്യമൊക്കെ എനിക്കും കാണുമല്ലോ. അതൊക്കെ പോട്ടെ. ഇപ്പൊ മാനേജർ എന്ത് പറയുന്നു? ഞാൻ നാട്ടിലേക്ക് മടങ്ങുകയാണ്. കാരണം? മതിയായി. 4 ലക്ഷം രൂപ മാനേജർക്ക് കോഴ കൊടുത്തയാൾ ജീവിതം തകർന്ന മട്ടിൽ എന്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞു. എന്നെ സഹായിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് കുട്ടിയും അച്ഛനും തമ്മിൽ പിണങ്ങിപ്പിരിഞ്ഞു. വേണ്ട, മറ്റുള്ളവരുടെ ശാപത്തിനിരയാവാൻ ഇനിയും വയ്യ. സർക്കാർ ശമ്പളം എന്ന മിഥ്യ ഞാൻ ഉപേക്ഷിക്കുകയാണ്. യാത്ര ചോദിക്കാനാണ് ഞാൻ വന്നത്. എന്നോട് തോന്നിയ സഹതാപത്തിന് നന്ദി. ഇനി ഒരിക്കലും കുട്ടിയെ ഞാൻ ശല്യപ്പെടുത്താൻ വരില്ല. പോട്ടെ. വെയിലിന്റെ ഒരു തൂവൽ മാത്രം മറന്നിട്ട് വേനൽക്കിനാക്കിളി കൂടൊഴിഞ്ഞു. വെയിലിന്റെ ഒരു തൂവൽ മാത്രം മറന്നിട്ട് വേനൽക്കിനാക്കിളി
കിളിക്കൂടൊഴിഞ്ഞു. ഒരു തുള്ളി നീല നിലാവെളിച്ചം തേടി വാനിന്റെ ഇരുളിൽ തളർന്നലഞ്ഞു. വെയിലിന്റെ ഒരു തൂവൽ മാത്രം മറന്നിട്ട് വേനൽ കിളിക്കൂടൊഴിഞ്ഞു. സന്ധ്യയും നക്ഷത്രരാത്രിയുമാച്ചെറു സങ്കടപ്പക്ഷിയെ കൈയൊഴിഞ്ഞു. സന്ധ്യയും നക്ഷത്രരാത്രിയുമാച്ചെറു സങ്കടപ്പക്ഷിയെ കൈയൊഴിഞ്ഞു. കാറ്റിന്റെ വാതിലിൽ മുട്ടി വിളിച്ചപ്പോൾ കാണാത്ത ഭാവത്തിൽ മുഖം തിരിച്ചു. വെയിലിന്റെ ഒരു തൂവൽ മാത്രം മറന്നിട്ട് വേനൽ കിളിക്കൂടൊഴിഞ്ഞു. ഒരു തുള്ളി നീല നിലാവെളിച്ചം തേടി വാനിന്റെ ഇരുളിൽ തളർന്നലിഞ്ഞു. വെയിലിന്റെ ഒരു തൂവൽ മാത്രം മറന്നിട്ടു വേനൽ കിളിക്കൂടൊഴിഞ്ഞു. സ്നേഹലതേ, മോളെ സ്നേഹലതേ. ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുന്നു? സ്നേഹലതേ, എനിക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടില്ല. ഇന്നൊരു ദിവസം തണുത്ത വെള്ളത്തെ കുളിച്ചു നോക്ക്. എന്താ ഇതൊക്കെ? ചോദിച്ചു കേട്ടില്ലേ? എന്താ ചോദിച്ചത്? ഈ സദ്യവട്ടങ്ങളൊക്കെ വിശേഷിച്ചൊന്നുമില്ല. നിങ്ങൾ പോയി കുളിച്ചിട്ട് വരുമോ? ഈ പെണ്ണ് എവിടെ പോയെന്ന്? ഉടനെ വരാന്ന് പറഞ്ഞ് എങ്ങോട്ടോ പോയി. എങ്ങോട്ടാ പോയാ? വയസ്സ് തരുന്ന ഒരു പെണ്ണ് എങ്ങോട്ടാ പോണെന്ന് അമ്മയായി നീ ചോദിച്ചില്ലേ? എന്തായാലും വയസ്സ് തികഞ്ഞില്ലേ, ഇനി അവളുടെ കാര്യങ്ങൾ അവള് തീരുമാനിക്കട്ടെ എന്ന് എനിക്ക് തോന്നി. വിശാലം, ആ അവള് വന്നു എന്നാ തോന്നുന്നേ. അച്ഛ എന്റെ കല്യാണം കഴിഞ്ഞു. പണം ചെലവാക്കാനുള്ള അച്ഛന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ടു. സ്കൂളിൽ ജോലി കിട്ടിയില്ലെങ്കിലും അതേ സ്കൂളിൽ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാനുള്ള അധികാരം ഇപ്പൊ എന്റെ കയ്യിലായി. എന്റെ ഭാര്യയാണല്ലോ മാനേജർ. ദൈവത്തിന്റെ കളി ഭയങ്കര തമാശ അല്ലേ ഭാര്യയുടെ അച്ഛൻ? സ്നേഹലതയെ തല്ലണോ? തല്ലിക്ക. പക്ഷെ ആ തല്ല് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം തരണം. വേറൊന്നിനുമല്ല, ഇയാളെ ചൂടിക്കയറുകൊണ്ട് വരിഞ്ഞു കെട്ടി ഒരു ബോൾ പോലാക്കി ഞാൻ കിണറ്റിലിടും. തല്ലിക്ക. ചോറും കറികളും ഒന്നും റെഡി ആയില്ലേ അമ്മേ? ഒറ്റത്ത് തന്നെ നിൽക്കാതെ ഇങ്ങ് കയറി പോരരുതോ? ഒരാളിനെ ചേർക്കാൻ അച്ഛന്റെ കോഴത്തുക 4 ലക്ഷമായിരുന്നല്ലോ. ഞങ്ങൾ ആ റേറ്റ് ഇപ്പൊ ഒന്ന് കൂട്ടി 5 ലക്ഷമാക്കി. ഉടനെ തന്നെ പുതിയ ആളിനെ അപ്പോയിന്റ് ചെയ്യും. ആര്? താനോ? ഞാനല്ല, മാനേജർ. അത് നമുക്ക് കാണാളാ. ശങ്കുണ്ണനോട് കളിച്ചാ കളി പഠിപ്പിക്കും. നോക്കിക്കോ. കളിക്കളത്തിന് പുറത്തു നിൽക്കുന്ന ഇയാൾ ഇനി എന്ത് കളിക്കാൻ? ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ റഫറിയുടെ തൊഴി കിട്ടും. മനസ്സിലായോ?